സൂര്യനെ ചുറ്റുന്ന സൂര്യ കുടുംബത്തിലെ 8 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ്. ഇതിൻ്റെ അകത്തെ 3ാമത്തെ പ്ലാനറ്റാണ് എർത്ത് അല്ലെങ്കിൽ ഭൂമി. ഇതിൻ്റെ അകത്ത് മാത്രം പാർക്കാനാണ് ദൈവം മനുഷ്യനെ അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലുപ്പത്തെ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ? ഒന്ന് ശ്രദ്ധിച്ചേ. കോടാനുകോടി ഗാലക്സികൾ ഉള്ളതിൻ്റെ അകത്തെ ഒരു ഗാലക്സി മിൽക്കി വേ, അതിൻ്റെ അകത്തെ ഒരു നക്ഷത്രം സൂര്യൻ, അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ സൂര്യകുടുംബം. അതിനകത്തെ 3ാമത്തെ ഗ്രഹമാണേത്? മറ്റൊരു നക്ഷത്രത്തിനകത്തും പാർക്കാൻ മനുഷ്യന് കഴിയില്ല. ഈ ഭൂമിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് സൂര്യന് ചുറ്റും സൂര്യന്റെ മാഗ്നറ്റിക് പവറില്, കാന്തിക വലയത്തിന്റെ അകത്ത് ഈ ഭൂമി 23.5 ഡിഗ്രി ചരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് സ്നാപ്പ് ചെയ്യുമ്പോഴേക്കും 30 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി കറങ്ങി. 60 സെക്കൻഡ്, 1 മിനിറ്റ് നമ്മൾ കണക്ക് കൂട്ടുമ്പോഴേക്കും 1800 കിലോമീറ്റേഴ്സ് സ്പീഡിൽ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ തല കറങ്ങുന്നില്ലല്ലോ, അതാ കൃപ. 900 കിലോമീറ്റർ സ്പീഡിൽ ട്രോപ്പോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നമുക്കറിയാം. പക്ഷേ ഇത് 900 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തോ അറിയുന്നു? ഒരു ചലനം പോലും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാബൻ ക്രൂസ്. നിങ്ങൾക്ക് ഏതാ വെള്ളം കുടിക്കാൻ വേണ്ടിയത്, എന്താ കഴിക്കാൻ വേണ്ടത്, അവിടെ വിളമ്പുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു. പിന്നെ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഫ്ലൈറ്റിനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഫ്ലൈറ്റ് 900 മൈൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു മിനിറ്റിൽ 1800 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇത്രയും വേഗത്തിൽ ഓടുമ്പോഴും നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നതാ കൃപ. സ്വതന്ത്രം ചെയ്താട്ടെ.